നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും ധർണയും. മുഖ്യമന്ത്രി ഉടൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ആവശ്യം. ആർപ്പൂക്കരയിൽ സ്കൂൾ വളപ്പിന് സമീപത്തു നിന്നും അസ്ഥികൂടം കണ്ടെത്തി. പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. സ്കൂൾ പരിസരത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന് മണർകാട് പഞ്ചായത്തിൽ തുടക്കം. മണർകാട് പള്ളി പരിസരം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായത്താൽ വൃത്തിയാക്കി. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശുചീകരിക്കും. സ്വർണ്ണവില പിന്നെയും മുന്നോട്ട്. പവന് 600 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 10,280 രൂപ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന മർദ്ദനങ്ങൾക്കെതിരെയും VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. പൊൻകുന്നത്ത് നടന്ന പ്രതിഷേധം KPCC അംഗം തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. വികലമായ പോലീസ് നയത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഉടൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പടിക്കൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. കോൺഗ്രസ് ചിറക്കടവ് എലിക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേരള പോലീസ് മർദ്ദനത്തിനുള്ള ഉപകരണമായി മാറിയെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് KPCC അംഗം തോമസ് കല്ലാടൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും DYFIയുടെയും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരെ പോലീസ് സേനയുടെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും തോമസ് കല്ലാടൻ ആരോപിച്ചു. പോലീസിന്റെ അധികാരി സ്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന SIമാരായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റ് എല്ലാം പിന്തുണയും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇച്ചിരി റവഡി ധിക്കാരവും ഇച്ചിരി രാഷ്ട്രീയമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൊരു പ്രേരണയുണ്ടാകാണ്. ഞങ്ങൾ ആരെ എന്തെങ്കിലും ചെയ്താൽ പോലും ഞങ്ങൾ ഇട്ടിരിക്കുന്ന കാക്കിയായതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ എതിർക്കാൻ, അതിന്റെ സംരക്ഷണം കിട്ടാൻ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന ചിന്ത അവരിലേക്ക് വരുമ്പോൾ ആ ചിന്തകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അവസരം. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് അധ്യക്ഷനായി. പിണറായി വിജയൻ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ച 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഉടനീളം KPCC സമരം ചെയ്തത്. KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മൾ സമരം ചെയ്തു. കോട്ടയം ജില്ലയിൽ യാദൃച്ഛ്യമായി ഉണ്ടായ 2 മരണം കാരണം നമുക്ക് ആ പരിപാടി നടത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ പോലീസുകാരും ചെമ്മാടി കൂട്ടങ്ങളാണെന്ന് ഞങ്ങൾക്ക് വിചാരമൊന്നുമില്ല. നല്ല പോലീസുകാരുണ്ട്. നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള, നല്ല രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറുന്ന, അല്ലെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോട് സഹകരിക്കുന്ന പോലീസുകാരുണ്ട്. ആ പോലീസുകാരെ മാറ്റി നിർത്തിയാൽ കുറേ പുഴുക്കുത്തുകൾ പോലീസിനകത്ത് കടന്നുകൂടി. നേതാക്കളായ ബെറ്റി ടോജോ, അഭിലാഷ് ചന്ദ്രൻ, ജെയിംസ് ജീരകത്തിൽ, TK ബാബുരാജ്, ജിഷ്ണു പറപ്പള്ളിൽ, യമുന പ്രസാദ്, TP രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ പാമ്പാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കൂരോപ്പട, പാമ്പാടി, മീനടം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച 5 പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടും പോലീസ് മർദ്ദനത്തിനെതിരെയും KPCCയുടെ ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. പാമ്പാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂരോപ്പട, പാമ്പാടി, മീനടം മണ്ഡലം കമ്മിറ്റികൾ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൈശാചികമായ ഈ ഗവൺമെന്റിന്റെ ഈ പോലീസ് മർദ്ദനം അവസാനിപ്പിക്കണമെന്നുള്ള അതിശക്തമായ ജനകീയ വികാരം പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള ഒരു സമരമാണ് പാമ്പാടിയിൽ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തുടർ സമരങ്ങൾ ഇത് അവസാനിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ തുടർ സമരങ്ങൾ ഇനിയും ഉണ്ടാകും. മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും പിന്തുണയും സഹകരണവും ഈ സമരങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം
ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. DCC ജനറൽ സെക്രട്ടറി ഷേർലി തെരിയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ, UDF നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞു പുതുശ്ശേരി, DCC ജനറൽ സെക്രട്ടറി ജെയ്ലി പാലക്കലോടി, മണ്ഡലം പ്രസിഡന്റുമാരായ KR ഗോപകുമാർ, TS ഉണ്ണികൃഷ്ണൻ നായർ, PM സ്കറിയ, നേതാക്കളായ അനിയൻ മാത്യു, മാത്തച്ചൻ പാമ്പാടി, NJ പ്രസാദ്, സിജു K ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആർപ്പൂക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും തലയോട്ടിയും ശരീരഭാഗങ്ങളും കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം ആർപ്പൂക്കരയിൽ സ്കൂൾ മൈതാനത്തിനു സമീപത്തെ കുറ്റിക്കാട്ടിൽ തലയോട്ടി കണ്ടെത്തി. കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ പന്ത് കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു പോവുകയായിരുന്നു. പന്തെടുക്കാൻ ചെന്ന കുട്ടികളാണ് തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടത്. ആർപ്പൂക്കര MCVHSSന്റെ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് കാർഡ്ബോർഡ് പെട്ടിയിൽ അസ്ഥികൂടം കണ്ടത്. ഗാന്ധിനഗർ SHO T ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലപ്പഴക്കമുള്ള അസ്ഥികൂടമാണെന്ന് സംശയിക്കുന്നു. ലഹരി ഗുണ്ട മാഫിയ സംഘത്തിന് സ്വാധീനമുള്ള സ്ഥലമാണ് ആർപ്പൂക്കരയും പരിസരവും. ആ വഴിക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. സ്കൂൾ പരിസരമാകെ കാടുകയറി കിടക്കുകയാണ്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ സാഹചര്യം എങ്ങനെയുള്ളത് വന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 പാടും ഇത് തുറന്നു കിടക്കുന്ന ഒരു മൈതാനമാണ്. ഇതിലെ ആർക്ക് വേണേലും ഏത് സമയത്ത് എപ്പോൾ വേണേലും കയറി വരാം, ഇറങ്ങിപ്പോകാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇതിന് ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കൂളിന് ഒരു നല്ല ഫെൻസിങ് കെട്ടി അതിനെ സ്കൂളിൻ്റെ മൈതാനത്തിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്കും നമുക്കൊക്കെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പേടിയാണ്. അതുപോലെയാണ്. സാമൂഹ്യ വിരുദ്ധരുമുണ്ട്. എവിടുന്ന് ഈ ചുറ്റുപാട് ഈ വട്ടത്തിൽ എവിടുന്ന് വേണമെങ്കിലും കയറി ഇതിനകത്ത് വരാം. ആ അന്തരീക്ഷത്തിലാണ് ഇവിടെ കിടക്കുന്നത്. ഒരു കാവലുമില്ല. ഇതിനു മുമ്പൊക്കെ പരാതികളൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ ഒരു നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാർത്ഥികളും പഞ്ചായത്തും കൈകോർത്തപ്പോൾ മണർകാട് പള്ളിയുടെ പരിസരം വൃത്തിയായി. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി മണർകാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ കുട്ടികളെയും പങ്കെടുപ്പിച്ച് പഞ്ചായത്തിനെ മാലിന്യ വിമുക്തമാക്കാൻ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പരിപാടിക്ക് തുടക്കം കുറിച്ച് മണർകാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സഹകരണത്തോടെ മണർകാട് പള്ളി പരിസരവും റോഡുകളും വൃത്തിയാക്കി. മണർകാട് 8 നോമ്പ് കഴിഞ്ഞ് അവശേഷിച്ച മാലിന്യങ്ങളാണ് വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീകൾ, ഹരിതകർമ്മസേന, പഞ്ചായത്ത് ജീവനക്കാർ, ആശാ വർക്കർമാർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം മണർകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC നിർവഹിച്ചു. ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പൊതുവിടങ്ങൾ ശുചീകരിച്ചുകൊണ്ട് ഈ പരിപാടി പുറത്തിറക്കുകയാണ്. പുതിയൊരു തലമുറയെ നമ്മുടെ നാടിനെ പുതിയൊരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷക്കായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്യാമ്പയിൻ നമ്മൾ നടത്തി നമ്മുടെ പഞ്ചായത്ത് വലിച്ചെറിയൽ ഒരു മുക്തിയുള്ള ഒരു പഞ്ചായത്തൊക്കെ നമ്മുടെ പ്രദേശം മാറ്റിയിരിക്കണം. അതിന് നിങ്ങളുടെ എല്ലാ കൂട്ടായ നമുക്ക് വിവിധമായ ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂൾ കുട്ടികളെ ചേർത്തുകൊണ്ട് ITC കോളേജിലെ വിദ്യാർത്ഥികൾ ചേർത്തുകൊണ്ടുള്ള ഒരു എല്ലാവരും ചേർന്ന് വ്യാപാരി വ്യവസായം ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലീനിങ് ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒക്ടോബർ 2 വരെ നമുക്ക് തുടരും. നവംബർ 1 വരെ കേരളപ്പിറവി ദിനം വരെ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്യാമ്പയിനുകൾ നടത്തുന്നു. വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, മണർകാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബിനോ കുര്യൻ, സനിത എലിസബത്ത്, ജനപ്രതിനിധികളായ ജോമോൾ ദിനേശ്, ജോളി എബ്രഹാം, ബിനു രാജു, സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 1 ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ പള്ളിയുടെ പരിസരത്തു നിന്നുമായി ശേഖരിച്ചു. വരും ദിവസങ്ങളിൽ കണിയാംകുന്ന് പെരുമാനൂർ കുളം ഭാഗം സമീപ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വൃത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന് പൊൻകുന്നത്ത് കപ്പ അരിയൽ മത്സരം. കോഴ ഫാം ഫെസ്റ്റിന് മുന്നോടിയായാണ് വാഴൂർ ബ്ലോക്കിലെ കർഷകർക്കും വനിതകൾക്കുമായി കപ്പയരിയൽ മത്സരം നടത്തിയത്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹരിതാരവം 2K25 എന്ന പേരിൽ കോഴ ഫാം ഫെസ്റ്റ് നടത്തുന്നു. ഇതിന് മുന്നോടിയായി വാഴൂർ ബ്ലോക്കിലെ കർഷകർക്കും വനിതകൾക്കുമായി കപ്പയരിയൽ മത്സരം നടത്തി. പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന കപ്പയരിയൽ മത്സരം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി ഉദ്ഘാടനം ചെയ്തു. ഹരിതാരവം 2025 ഭാഗമായി ജില്ലാ പഞ്ചായത്ത്
ഗവർണർ കൃഷി വകുപ്പും സംയുക്തമായി നടത്തുന്ന വിപണന മേളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിലൊരു കപ്ല അരിയൽ മത്സരം നമ്മുടെ രാജ്യാന്തര മൈതാനിയിൽ സംഘടിപ്പിക്കുന്നത്. പ്രചരണ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്കറിയാം, ഈ 26-ന് ആരംഭിച്ച് 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആ ജില്ലാതല വിപണന മേളയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് തലത്തിൽ ഇതിനു മുമ്പായി തന്നെ നാടൻ പാട്ടും അതോടൊപ്പം തന്നെ ക്വിസ് കോമ്പറ്റീഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ വിപണന മേളയിൽ കൂടുതൽ കർഷകർക്കും അതോടൊപ്പം നമ്മുടെ പൊതുജനങ്ങൾക്കുമെല്ലാം തന്നെ ഇടപെടൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയത്തിനായിട്ടാണ് ഇത്തരത്തിലൊരു കപ്പേരിയൽ മത്സരം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി സേതുനാഥ്, B രവീന്ദ്രൻ നായർ, വാഴൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി ഇബ്രാഹിം, വിവിധ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 15 പേരാണ് കപ്പ അരിഞ്ഞത്. 3 റൗണ്ടുകളിലായിരുന്നു മത്സരം. ചിറക്കടവ് സ്വദേശികളായ സരളാമണി 1-ാം സ്ഥാനവും ജൈനമ്മ 2-ാം സ്ഥാനവും എൽസമ്മ ജോസഫ് 3-ാം സ്ഥാനവും നേടി. 1.5 കിലോ കപ്പ വീതമാണ് അരിഞ്ഞത്. ആത്മ പദ്ധതി ഉദ്യോഗസ്ഥർ മത്സരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളിയിൽ വയോധികനെ കാണാതായതായി പരാതി. 75 വയസ്സുള്ള ചെറിയാനെയാണ് കാണാതായത്. പുതുപ്പള്ളിയിൽ വയോധികനെ കാണാനില്ലെന്ന് പരാതി. പുതുപ്പള്ളി തച്ചുകുന്ന് കടുപ്പിൽ കീഴാറ്റിൽ ചെറിയാനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തി. രോഗിയായതിനാൽ അധിക ദൂരം പോകാൻ സാധിക്കില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഫയർഫോഴ്സ് സംഘം സമീപത്തെ കിണറ്റിലും പരിശോധന നടത്തി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9495380643 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും സർവകാല റെക്കോർഡിൽ. ഇന്ന് പവന് 600 രൂപ വർദ്ധിച്ച് 82,000 രൂപ കടന്നു. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ ഇന്ന് 20-ാം തീയതി വരെ 1 പവൻ സ്വർണത്തിന് 4,600 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന് 10,280 രൂപയാണിന്ന്. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സാമ്പത്തിക സാക്ഷരതാ ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങി. ഇതോടൊപ്പം സെമിനാറും സംഘടിപ്പിച്ചു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് എയ്ഡ്സ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സാമ്പത്തിക സാക്ഷരതാ ക്ലബ്ബ് രൂപീകരിച്ചു. വിദ്യാർത്ഥികളെ കാര്യക്ഷമമായ പണത്തിന്റെ ഉപയോഗം പരിശീലിപ്പിക്കുക, സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് സാമ്പത്തിക സാക്ഷരതാ ക്ലബ്ബ് ആരംഭിച്ചത്. ക്ലബിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം കമ്പനി സെക്രട്ടറിയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫൈഡ് ട്രെയിനറുമായ CS നിഖിൽ ജോർജ് പിന്റോ നിർവഹിച്ചു. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വരെ എപ്പോഴെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഫിനാൻസ്, you would have learned about accounts, you would have learned about various ledgers, how entries to be made in accounts ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ how to manage money അത് പഠിപ്പിച്ചിട്ടുണ്ടോ? So that is the prima facie ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, കൊമേഴ്സ് വിഭാഗം മേധാവി ഷെറിൻ എലിസബത്ത് ജോൺ, നാക് കോർഡിനേറ്റർ ഡോക്ടർ മിഥുൻ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് തല ഭിന്നശേഷിക്കാരുടെ കലോത്സവം ശലഭോത്സവം 2025 നടത്തി. പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. 177 കുട്ടികളാണ് ശലഭോത്സവത്തിൽ പങ്കെടുത്തത്. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും ധർണയും. മുഖ്യമന്ത്രി ഉടൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ആവശ്യം. ആർപ്പൂക്കരയിൽ സ്കൂൾ വളപ്പിന് സമീപത്തു നിന്നും അസ്ഥികൂടം കണ്ടെത്തി. പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. സ്കൂൾ പരിസരത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന് മണർകാട് പഞ്ചായത്തിൽ തുടക്കം. മണർകാട് പള്ളി പരിസരം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായത്താൽ വൃത്തിയാക്കി. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശുചീകരിക്കും. സ്വർണ്ണവില പിന്നെയും മുന്നോട്ട്. പവന് 600 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 10,280 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.